കാർലോ അക്വിറ്റീസ് ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ് 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാലോം TVയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാർലോ അക്വിറ്റീസ് 1991 ഒരു ഇറ്റാലിയൻ കുടുംബത്തിൽ ജനിച്ച് 15 വർഷം മാത്രം ജീവിച്ച ഈ ചെറുപ്പക്കാരൻ ഇന്ന് ലോകം മുഴുവൻ ടീനേജേഴ്സിനും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും വലിയ മാതൃകയായി ഉയർന്നു നിൽക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നാളുകളിൽ രോഗബാധിതനായി മരിക്കുമ്പോൾ പോലും ആ സമയത്തുണ്ടായ വേദനകൾ പോലും തിരുസഭയുടെയും മാർപ്പാപ്പയുടെയും ആവശ്യങ്ങൾക്കൊരു പ്രാർത്ഥനാ നിയോഗമായി സമർപ്പിച്ച കാർലോ അക്വിറ്റീസ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മറ്റൊരു മേഖലയിൽ ആഴത്തിൽ കേൾക്കാൻ പോവുകയാണ്. നമുക്ക് മുൻപ് പരിചയമുള്ളതുപോലെ ബ്രദർ എഫ്രേമും ബ്രദർ ജോണും ഇവർ രണ്ടുപേരും കാർലോ അക്വിറ്റീസിനെ കുറിച്ച് ദൈവകൃപയാൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇന്നും കാർലോ അക്വിറ്റീസിന് ദൈവം കൊടുത്ത ആ ഒരു വലിയ വിളിയുടെ ഉത്തരവാദിത്തത്തെ ഇവരും ഷെയർ ചെയ്തുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു തുടർച്ചക്കാരായി മുൻപോട്ട് പോകുന്ന ആളുകളാണ് ബ്രദർ ജോണും ബ്രദർ എഫ്രേമും. നമുക്ക് ബ്രദർ ജോണിനോടും ബ്രദർ എഫ്രേമിനോടും ഇന്ന് ചോദിക്കാനുള്ളത്, കാർലോ അക്വിറ്റീസ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ മുഴുവൻ വിശുദ്ധി കാത്തു സംരക്ഷിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു, ബന്ധങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. നമ്മുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സ്വാധീനത്തിലെ പ്രധാന ഘടകം വിശ്വാസത്തിൻ്റെ ഒരു തലത്തിൽ കൂടിയും ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തലത്തിലൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ തൻ്റെ ബന്ധങ്ങളിൽ കാർലോ അക്വിറ്റീസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം തീർച്ചയായിട്ടും. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ബന്ധങ്ങൾ നമുക്കറിയാം. നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കാർലോ അക്വിറ്റീസിൻ്റെ ആദ്യ ബന്ധങ്ങൾ കുടുംബത്തിലാണ്, പിന്നീട് സഹപാഠികളാകാം, അധ്യാപകരാകാം, പിന്നീട് മുൻപോട്ട് നമ്മൾ പോകുമ്പോൾ വിശ്വാസ വഴിയിൽ നടത്തിയ ധാരാളം ആളുകളാകാം, സമൂഹത്തിൽ തന്നെയാകാം, ആരുമാകട്ടെ. പക്ഷേ വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളിൽ കാർലോ അക്വിറ്റീസിൻ്റെ വലിയ സ്വാധീനങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാവും. 4-ാം പ്രമാണം ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിതത്തിൽ ജീവിച്ച വിശുദ്ധനെന്ന് നമുക്ക് കാർലോ അക്വിറ്റീസിനെ വാഴ്ത്താം. കാരണം മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, മാതാപിതാക്കൾക്ക് എങ്ങനെ ഒരു മാതൃകയാകണം എന്ന് കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതം നമുക്കൊരു തുറന്ന പുസ്തകമായി മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് ആ പപ്പായും അമ്മയും അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഈ വെബ്സൈറ്റൊക്കെ തുടങ്ങിയപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും അവരുടെ മാതാപിതാക്കൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. വിശുദ്ധരുടെ കബറിടം പോയി സന്ദർശിക്കുവാനും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ പോയി കണ്ടറിഞ്ഞ് അത് ഫോട്ടോ പകർത്തി വെബ്സൈറ്റ് ആക്കാനുമെല്ലാം കാർലോയ്ക്ക് സഹായിച്ചത് അവരുടെ മാതാപിതാക്കളുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും അതുതന്നെയാണ് കാർലോയുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കിയത്. ഒരിക്കലൊരു സംഭവം നടന്നത് കാർലോയുടെ പപ്പ ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നു. ഒരിക്കൽ കാർലോയുടെ ഒരു ചെറിയൊരു കാര്യത്തിന്, എന്തിനാന്ന് ഓർക്കുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് കാർലോ ആയിട്ട് പിണങ്ങി, ചെറിയ കാര്യത്തിന് കാർലോ ആയിട്ട് വഴക്ക് പറഞ്ഞു കാർലോയോട്. പക്ഷേ കാർലോ അപ്പം തന്നെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പപ്പയോട് ക്ഷമ ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് കാർലോയുടെ പപ്പാനെ തന്നെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത്. കാർലോയുടെ പപ്പ പറഞ്ഞു, ഇത്രയധികം വിശുദ്ധിയുള്ള ഒരു മകൻ്റെ അപ്പനാകാൻ എനിക്ക് സാധിച്ചു എന്നത് എനിക്ക് വളരെയധികം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം പിന്നെയും കാണുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ഒരു ബന്ധം.
തൻ്റെ അമ്മയെ പോലും വിശുദ്ധിയുടെ നെറുകയ്യിലെത്തിക്കാൻ കാർലോയ്ക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള കാർലോയുടെ ഭക്തിയും താല്പര്യവും പ്രണയവുമെല്ലാം കാർലോയുടെ അമ്മയായ അന്തോണിയസ് അക്കോത്യസിന് വളരെയധികം പ്രേരണയും പ്രചോദനവുമായി. പലപ്പോഴും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാനും കാർലോ അക്കോത്യസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സാധിച്ചതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുവാനൊക്കെ അമ്മയ്ക്കും പപ്പായ്ക്കും കഴിഞ്ഞത് ഈ കാർലോ അക്കോത്യസിൻ്റെ ജീവിതത്തിലൂടെയാണ്. പലപ്പോഴും വീട്ടിൽ തന്നെ ഉള്ള ഒരാളുടെ പ്രചോദനമില്ലാതെ എങ്ങനെയാണ് ഈ വിശുദ്ധൻ ഇത്രയധികം വിശുദ്ധപരമായ ജീവിതത്തിൽ സാധ്യമായതെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. വിശുദ്ധയായിട്ടുള്ള ഒരു വല്യമ്മ കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. പപ്പാടെ അമ്മ പലപ്പോഴും വിശുദ്ധരെ പറ്റിയും നല്ല കാര്യങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ കാർലോയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാർലോയുടെ പപ്പായും അമ്മയും ഈ വല്യമ്മയോട് പെരുമാറുന്നത് കണ്ടാണ് ശരിക്കും കാർലോ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തൻ്റെ പപ്പായോടും അമ്മയോടും പെരുമാറേണ്ടത് എന്ന് പഠിക്കുന്നത് അവിടെയാണ്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരുപക്ഷെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൻ്റെ മാതൃക കാർലോയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ബ്രദർ ജോൺ പറഞ്ഞതിൽ ഒരു കാര്യം. ഇന്ന് ഒരുപക്ഷെ തീർച്ചയായിട്ടും നമുക്ക് നല്ല കുടുംബങ്ങൾ ധാരാളം ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങളിലെ ഒരു ശിഥിലതയാണ് ഇന്ന് നമുക്ക് വളരെ അപകടകരമായി പോകുന്നൊരു കാര്യം. മാതാപിതാക്കളും തമ്മിലുള്ളൊരു ബന്ധത്തെ കാണാൻ മക്കൾക്ക് കഴിയാതെ പോകുന്നു. ഇത് നമ്മളുടെ എല്ലാ മാതാപിതാക്കളുടെ മുമ്പിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ മറ്റൊരു കാര്യം വളരെ പ്രത്യേകതയുണ്ട്. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലൊക്കെ ബ്രദേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇവിടെ കാർലോയാണ് മാതാപിതാക്കളെ ഒരർത്ഥത്തിൽ ചില വിശ്വാസത്തിൻ്റെ വഴിയിൽ പ്രത്യേകിച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോഴും ബ്രദർ ജോൺ പറയുമ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധ കുർബാനയോടും മറ്റു കാര്യങ്ങളോടൊക്കെ കൂടുതൽ അടുപ്പമുണ്ടാകാൻ ഒക്കെ ഈ അമ്മയെ പോലും സ്വാധീനിച്ചത് കാർലോയുടെ ആ ഒരു ദൈവത്തോടുള്ള ഒരു താല്പര്യവും അതിനകത്തുള്ളൊരു തീവ്രതയുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ടീനേജേഴ്സായിട്ടുള്ള ടീനേജേഴ്സിനോടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്നതിനൊരു പ്രസക്തിയില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ എന്ന് നമുക്കൊരു സ്കെയിൽ വെക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കളെ പോലും സ്വാധീനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ കാർലോ അക്യൂറ്റസിൻ്റെ ജീവിതം ബ്രദർ ജോൺ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ബ്രദർ ജോൺ കൂടുതലും പങ്കുവച്ചത് കുടുംബവുമായി ബന്ധപ്പെട്ട സ്വാധീന മേഖലയെക്കുറിച്ചാണ്, കുടുംബങ്ങളിലെ ബന്ധത്തെക്കുറിച്ചാണ്. മറ്റു ചില ബന്ധങ്ങളെക്കുറിച്ച് കൂടി ബ്രദർ എഫ്രേമിന് പറയാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അതായത് കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഏറ്റവും അധികം ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരിൽ, അവരിലെല്ലാം ഈശോയുടെ മുഖം കാണുവാൻ കാർലോ വളരെയധികം ശ്രമിച്ചു. കാർലോയുടെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കാർലോ ബന്ധം അത് സൗഹൃദം മാത്രമല്ലായിരുന്നു, ഒരു സാഹോദര്യമായിരുന്നു സുഹൃത്തുക്കളോടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബ്രോക്കൺ ഫാമിലി ഉള്ള അവിടുത്തെ മക്കളോടായിരുന്നു കാർലോയ്ക്ക് ഭയങ്കര അടുപ്പം. അപ്പം കാർലോയോട് ചോദിച്ചൊരിക്കലും, അമ്മ എന്തുകൊണ്ടാണ് നിനക്ക് ഈ ബ്രോക്കൺ ഫാമിലി, അതായത് ഡൈവോഴ്സിൽ പക്കിൽ നിൽക്കുന്ന ഫാമിലികളോടൊക്കെ അവരുടെ മക്കളോട് നിനക്ക് എന്തിനായി ഇത്ര അടുപ്പം? അപ്പം അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവരെ ഒരുമിപ്പിക്കേണ്ട കടമ എൻ്റെയാണ്. എൻ്റെ കടമയാണ് അവൻ്റെ അപ്പനും അമ്മയും ഒന്നിക്കുക എന്നത്. എൻ്റെ കുടുംബത്തെ കണ്ടിട്ട് വേണം അവരുടെ കുടുംബവും ഇവൻ ചെന്ന് പറയണം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പനും അമ്മയും എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത്, കരുതുന്നതെന്ന്. എൻ്റെ ഈ കുടുംബത്തിന് മാതൃക കണ്ടിട്ട് വേണം അവരും മാറാൻ. അതിനുവേണ്ടി ഞാൻ ഈ കുടുംബത്തെ ഉള്ള കൂട്ടുകാരെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. സ്നേഹിക്കുക മാത്രമല്ല, കാർലോ ചെയ്തിരുന്നത് അവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ കാർലോയ്ക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാം കൊതിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് കാർലോ. നമുക്ക് കാർലോയുടെ ജീവിച്ചിരുന്ന സമയത്ത് കാർലോയുടെ അമ്മ എടുത്തിട്ടുള്ള വീഡിയോകളൊക്കെ അതിനൊക്കെ തെളിവുകളാണ്. നമുക്ക് കാർലോയുടെ പാട്ട് പാടാനുള്ളതും അദ്ദേഹത്തിൻ്റെ കായിക മേഖലകളിലുള്ള താല്പര്യമെല്ലാം അത് വളരെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതോടൊപ്പം നിക്കോളോ ഗോരി അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റർ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം കാർലോയുടെ അമ്മയോടും പപ്പായോടും ഇൻ്റർവ്യൂ ചെയ്തൊരു സമയത്ത് കാർലോയുടെ അധ്യാപകരോടും ഇൻ്റർവ്യൂ ചെയ്തു. അവർ പറഞ്ഞു ഒരു കാര്യം നിക്കോളോ ഗോരി എടുത്തു പറയുന്നുണ്ട്, ഈ കാർലോ അക്യൂറ്റീസിൻ്റെ സൗഹൃദ സംഭാഷണം നോക്കുമ്പോൾ എല്ലാവരും ഇടയിലുണ്ടവൻ, പക്ഷേ അവൻ്റെ
ഇന്നർ സൈലൻസ്, ഉള്ളിലെ ആ നിശബ്ദത അവൻ കീപ്പപ്പ് ചെയ്തെന്നുള്ളതാണ്. അവൻ്റെ പപ്പായും മമ്മിയും എല്ലാവരും ഒരുപോലെ പറയുന്നു, അധ്യാപകരും പറയുന്നു അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കാനും പാട്ടുപാടാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള നിശബ്ദത, ദൈവം കൊടുത്ത ആ നിശബ്ദത അവൻ പരിപൂർണമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പം പിയർ ഗ്രൂപ്പ്സ് ഒക്കെ കൂടുമ്പോൾ അവർ തമാശ പറയാം, ചിലപ്പം അവർ തലേദിവസം കണ്ട പോർണോഗ്രഫി പിക്ചേഴ്സ് ആകാം. ഇതിനെയൊക്കെ പറ്റി പറയുമ്പോൾ കാർലോ എന്തായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാർലോ അവരോട് പറയും അതെല്ലാം ലോകത്തിൻ്റെതാണ്, ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മറച്ചു വെച്ച് മാറ്റിവെച്ച് നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ ലൗകിക കാര്യങ്ങളിലുള്ള താല്പര്യമൊക്കെ നമുക്ക് പോകും. പിന്നീടുള്ള എപ്പിസോഡിൽ നമ്മളത് സംസാരിക്കും, എങ്ങനെയാണ് ഇതിനെ കാർലോ ചെറുത്ത് തന്നെ ഈ ടെംപ്റ്റേഷൻസിനെയൊക്കെ കാർലോ എങ്ങനെ ചെറുത്ത് തന്നെ നമ്മൾ സംസാരിക്കും. അപ്പം സുഹൃത്ത് സംഭാഷണം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യമാണ് കാർലോയുടെ ജീവിതത്തിൽ. പിന്നെ കാർലോയുടെ കൂട്ടുകാർ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ തടസ്സം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ അവരെ വിളിച്ചടുത്തിരുത്തിയിട്ട് അവരോട് പറയും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. കാർലോയുടെ റഫ് നോട്ടിൽ ചെയ്ത് കാണിക്കും, പിന്നെ അടച്ചു വയ്ക്കും. എന്നിട്ട് അവനോട് പറയും നീ തനിയെ ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ അവരെ സുഹൃത്തുക്കളെ ഹോംവർക്ക് ചെയ്യാനൊക്കെ സഹായിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു കാർലോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ കാർലോയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാർലോയ്ക്ക് ബന്ധങ്ങൾ പുലർത്താൻ പാപങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു. വൈകിട്ട് എന്ന് നമ്മളൊക്കെ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാപ്പി കുടിച്ചൊക്കെ നമ്മളൊക്കെ വീട്ടിലൊക്കെ കയറി ഇരിക്കുമല്ലോ. കാർലോയുടെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നു. സ്കൂൾ വിട്ട് വന്നേ അവൻ ചേരികളിലേക്ക് ഇറങ്ങുമായിരുന്നു, ചേരികളിലുള്ള പാവങ്ങളെടുത്ത് പോകുമായിരുന്നു, മൈഗ്രൻസിനെ കാണാൻ പോകുമായിരുന്നു. അപ്പോഴാണ് അവൻ സ്കൂൾ വിട്ട് വന്ന വരിക്ക് അവൻ കാണുന്ന ഒരു സംഭവമാണ് അവനെ വളരെയധികം വേദനിപ്പിച്ചു. ഒരു വ്യക്തി അവിടെ കൊടും തണുപ്പത്ത് ഒന്നുമില്ല, ഡ്രസ്സ് പോലും ഇല്ലാതെ ഇങ്ങനെ വിറച്ചു ഇരിക്കുക. അപ്പം ഇത് ചെന്നിട്ട് അമ്മയോട് കരഞ്ഞ അവൻ പറയുന്നത് ഇത് അവിടെ വഴിയിൽ ഈശോയ്ക്ക് ഡ്രസ്സില്ല. അവൻ അങ്ങനെ പറഞ്ഞു, ഈശോയ്ക്ക് ധരിക്കാൻ വസ്ത്രമില്ലെന്ന് അവൻ പറഞ്ഞത്. ഈ ഒരു സംഭാഷണം കേട്ടപ്പോൾ കാർലോയുടെ അമ്മ കണ്ണുനീരോടെ പറഞ്ഞു അവിടെ കമ്പിളി ഇരിപ്പുണ്ട്, അതെടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുന്നു. അത് കൊണ്ടു കൊടുക്കുന്നു. രണ്ടാമതൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ കാർലോയ്ക്ക് ബർത്ത്ഡേ സമ്മാനമായിട്ട് ജന്മദിന ആഘോഷത്തിന് ഏറ്റവും വില കൂടിയ ഒരു 2 ഷൂസ് കാർലോയുടെ അമ്മ മേടിച്ചു കൊടുത്തു. അവൻ അതും ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ ദേവാലയത്തിൽ പോയിട്ട് അവൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാല് വിണ്ടു കയറിയ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവൻ എന്ത് ചെയ്തു, ആ പുതിയ ഷൂ നല്ല വില കൂടിയ അമ്മയോട് നമ്മളൊക്കെയാണ് എനിക്കിപ്പോൾ ഒരു കാര്യം അങ്ങനെ കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മ തന്നതല്ലേ എന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ആർക്കും കൊടുക്കാതിരിക്കും. പക്ഷെ ഓൺ ദ സ്പോട്ട് അവൻ ആ ഷൂ ഊരി ആ സഹോദരന് കൊടുക്കുകയാണ്. അവനിൽ ഈശോയെ കാർലോ കാണുന്നു. കാർലോയുടെ ഈ ജീവിതത്തിൽ കാർലോ മറ്റ് ബന്ധങ്ങൾ പുലർത്തുന്നതോടൊപ്പം അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനാണ് കാർലോ ശ്രമിച്ചത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് രാജേഷ് മോഹർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ വംശജനായ ഒരു അക്രൈസ്തവൻ. അദ്ദേഹത്തിൻ്റെ ബേബി സിറ്റർ ആയിരുന്നു. അദ്ദേഹം അവിടെ കാർലോയുടെ വീടുകളിൽ ഇടയ്ക്ക് സന്ദർശിക്കും. അവിടെയുള്ള തോട്ടത്തിലെ പണിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു രാജേഷ് മോഹർ. ഈ കാർലോയുടെ വളരെ ചെറുപ്പത്തിൽ കാർലോയെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ആകർഷണം തോന്നുമായിരുന്നു. കാർലോ ഇതെന്താ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്നത്, രാവിലെ 7 അതിർമാനം സ്വീകരിച്ച് കഴിഞ്ഞാൽ അവൻ സ്ഥിരം പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ ഈ കാർലോ വൈകിട്ട് വന്നിട്ട് ഈ ചേരികളിൽ പോകുമ്പം മിക്കവാറും ഈ രാജേഷ് മോഹനെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പോകുന്ന സംഭാഷണങ്ങൾ ഈശോയും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമായിരുന്നു അവരുടെ സംഭാഷണ വിഷയങ്ങൾ. അപ്പോൾ ഈ കാർലോ പറഞ്ഞ കാര്യങ്ങൾ രാജേഷ് മോഹർ നോക്കിയപ്പോൾ കാർലോ വാക്കുകളെ മാത്രം ഒതുക്കിയില്ല, അവൻ്റെ പ്രവൃത്തിയിലും ഇത് അനുവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് രാജേഷ് മോഹറിനെ ഇന്നൊരു ഉത്തമ ക്രൈസ്തവനാക്കി. അദ്ദേഹം മിലാനിലെ മരിയ സെക്രേത്ത എന്ന് പറഞ്ഞ ദേവാലയത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇന്നൊരു ക്രൈസ്തവനായി തീർന്നു. വളരെ വളരെ ഒരു എന്താ പറയുക ശക്തമായ ഒരു സ്വാധീനത്തിൻ്റെ കഥയാണ് നമ്മൾ രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മാനസാന്തര കഥയായിട്ട് നമ്മൾ കേൾക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴിയിലുള്ളൊരു മാനസാന്തരം. ഞാൻ ഇവിടെ ഇന്ന് നമ്മൾ സൗഹൃദങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നൊരു കാലമാണ്. കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഒക്കെ കൂടുമ്പോൾ പോലും എനിക്ക് ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സുണ്ട്, എത്ര ആളുകളുണ്ട്, ഞാനുമായിട്ട് എത്ര ആളുകൾ കണക്റ്റഡ് ആണ് എന്ന് ഒരുപക്ഷെ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല രീതിയിലുള്ള സൗഹൃദങ്ങൾ ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന രീതിയല്ല ഇന്ന് സൗഹൃദങ്ങൾക്കുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്താ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് പക്ഷേ പ്രേക്ഷകരായ എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ടീനേജേഴ്സായിട്ടുള്ള ആളുകളോട് ബ്രദർ എഫ്രൈം പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ചേർത്ത് ഞാൻ വെക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തുവ് ഉള്ളിലുള്ള, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു ടീനേജറുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ബന്ധങ്ങളുടെ പ്രത്യേകതയാണിത്. ക്രിസ്തു ഉള്ളിടത്താണ് ഈ ബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. അതിന് ക്രിസ്തു ഉള്ളിടത്ത് ബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നു എന്നതുപോലെ തന്നെയാണ് ബന്ധങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതും
ഇതിൻ്റെ ഒരു മനോഹാരിതയാണ്. കാരണം പാവപ്പെട്ടവരിൽ വേദനിക്കുന്നവരിലൊക്കെ അങ്ങനെ വീട്ടിൽ വന്ന് അവിടെ ഈശോയ്ക്ക് വസ്ത്രമില്ല എന്ന് പറയാൻ പറ്റുന്നത് അതൊരു ഡ്രാമയല്ല, ഇത് ഹൃദയത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ആക്ട് ടു ദ ഹാർട്ട്. കാരണം ഹൃദയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വളരെ സ്വാഭാവികേന ഉയർന്നു വരുന്നൊരു വാക്കാണിത്. കാരണം ഇത് പറയാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ വാക്കല്ലല്ലോ. കാരണം അതുണ്ടാവുന്നത് ഉള്ളിൽ ക്രിസ്തു ഉള്ളവനും ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണുന്നവനും മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച വെല്ലുവിളി. ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ വഴി, നമ്മളുടെ കാറ്റക്കിസം അധ്യാപകർ വഴി, നമ്മുടെ ദേവാലയത്തിലെ നമ്മുടെ ഇടവക വൈദികൻ വഴി, നമ്മുടെ ചുറ്റും വിശ്വാസം, നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാർലോസിൻ്റെ ജീവിതത്തിൽ വല്യമ്മ ഗ്രാൻഡ് മദർ ഇടപെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ നമുക്ക് വിശ്വാസത്തിൻ്റെ വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടിയെന്ന് ഇന്നും നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കണ്ണു തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടെയാണ് വീണ്ടും നമ്മൾ പറയുന്ന കാർലോസ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഈ വെല്ലുവിളി. അത് ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണുകയും ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവർ, അവരിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെയാണ് രാജേഷിൻ്റെ ഈ ഒരു വലിയ വിശ്വാസ വഴിയിലേക്കുള്ള കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കൂട്ടിച്ചേർക്കാം. കാർലോയുടെ ജീവിതത്തിൽ കാർലോ കുടുംബമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും മാത്രമല്ല ബന്ധം സ്ഥാപിച്ചിരുന്നത്, പ്രകൃതിയുമായിട്ടും ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. ഒരു നല്ലൊരു പ്രകൃതി സ്നേഹിയായിരുന്നു കാർലോ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുമായിരുന്നു, മരങ്ങൾ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ഒരിക്കലും ഒരു ചെടി പോലും പറിച്ചു കളയാൻ കാർലോ ഇഷ്ടപ്പെട്ടില്ല. അതിനു പകരം വേറെ എങ്ങനെ നന്നായി വേറെ മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് അമ്മയോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫ്രാൻസിസ് അസീസിനെ പോലെ പ്രകൃതി സ്നേഹിയായ ഒരു വിശുദ്ധനാണ് കാർലോ. അതോടൊപ്പം തന്നെ മൃഗങ്ങളോട്, അതായത് കാർലോയുടെ വീട്ടിൽ തന്നെ 2 പൂച്ചകളും 4 പട്ടികളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാർലോ ഇതിനോടെല്ലാം വളരെയധികം സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. ഇതിനെല്ലാം തീറ്റ കൊടുക്കാനും ഇതിനെല്ലാം ലാളിക്കാനും എല്ലാം കാർലോയ്ക്ക് സമയമുണ്ടായിരുന്നു. കാർലോ ഈ പഠനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം, വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല കാർലോയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പ്രകൃതിയിലുള്ള എല്ലാ സസ്യങ്ങളെയും മൃഗങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് കണ്ടുകൊണ്ട് അവയെ സ്നേഹിക്കുവാനും അവയെ പരിപാലിക്കുവാനും കാർലോയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാർലോയുടെ ജീവിതത്തിൽ കാർലോ തൻ്റെ ഈ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിൽ പടമൊക്കെ ഇട്ടിരുന്നത് ഈ പെറ്റ് ആനിമൽസിനെയാണ്. കാർലോയുടെ ഇഷ്ടപ്പെട്ട ഈ പൂച്ചയും ഈ പട്ടീനെയും. പിന്നെ കാർലോയുടെ ജീവിതത്തിൽ കാർലോ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നത് 2 അക്വേറിയം ഉണ്ടായിരുന്നു കാർലോയ്ക്ക്. മീനുകളെയൊക്കെ താല്പര്യമായിരുന്നു. അന്തോണീസ് പിതാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി മത്സ്യങ്ങളൊക്കെ അടിച്ചുകൂടിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ജീവിത കഥയാണ് കാർലോയുടെ ജീവിതത്തെ ഈ മത്സ്യങ്ങളോട് താല്പര്യം തോന്നിക്കാൻ സാധിച്ചത്. അത് മത്സ്യങ്ങൾ കൂടുതൽ ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ സംഭാഷണം അറിയാൻ കഴിവുള്ളവരാണ്. ഈ ഓരോ പ്രകൃതിയിലെ ഓരോ സസ്യങ്ങളും ഓരോ ജന്തുക്കൾക്കും ദൈവത്തിൻ്റെ സ്വരം അറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വരം അവരിലൂടെ മറ്റുള്ളവരിലേക്കും എത്താൻ സാധിക്കുമെന്ന് കാർലോ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കാർലോ, നിങ്ങൾ മുമ്പ് 2 പേരും സംസാരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് കേട്ടപ്പോൾ കാർലോ ഒരു പട്ടിയെ കൈ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു പട്ടിക്കുട്ടിയെ കൈ പിടിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നു. ആരോ പറയുന്നുണ്ട് അടുത്ത കാലത്താണ് ഈ പട്ടിക്കുട്ടി. ഈ ഓഗസ്റ്റ് 15-നാണ് കാർലോയുടെ അമ്മയ്ക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദേവാലയത്തിൽ പോകാൻ പോകുന്നതിന് മുമ്പ് കാർലോയുടെ അമ്മ കണ്ടത് കാർലോയുടെ ഈ കയ്യിലിരിക്കുന്ന ബ്രിക്കോള എന്ന പട്ടിയുടെ പേര്, ഈ ബ്രിക്കോള എന്ന് പറഞ്ഞ പട്ടി ചത്തു കിടക്കുകയാണ്. അതായത് കാർലോയുടെ ഒരു ഓർമ്മ വീട്ടിൽ നിലനിർത്തിയിരുന്ന ഈ പട്ടിയായിരുന്നു. ഈ കാർലോ എവിടെ ഇപ്പം ലൂത് സന്ദർശിക്കാൻ പോയി, ഫാത്തിമ സന്ദർശിക്കാൻ പോയി, അപ്പോഴും കൂട്ടിന് ഈ പട്ടി ഉണ്ടായിരുന്നു അവരുടെ കാറിൽ എന്നായിരുന്നു പറയുന്നത്. തീർച്ചയായിട്ടും ബ്രദർ ജോൺ പറഞ്ഞിടത്തേക്ക് ഞാൻ മടങ്ങി വരുന്നു. കാരണം പ്രകൃതിയോടും അതുപോലെ ബന്ധം പുലർത്തിയിരുന്നു. പ്രകൃതിയിലെ സസ്യലതാദികളോടും അതുപോലെ ജീവികളോടും ഇത്തരത്തിലുള്ള ജീവജാലങ്ങളോടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു കാർലോ. നമുക്ക് അക്വേറിയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കണം, ഒരു അടിപൊളി ടീനേജറാണ് കാർലോ എന്നാണ് വീണ്ടും പറയണേ. കാരണം എൻ്റെ വീട്ടിലുണ്ട് ടീനേജേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും താല്പര്യങ്ങൾ, അത്തരത്തിലുള്ള താല്പര്യങ്ങളിലൊക്കെ കൈവച്ചിരുന്ന ആളാണ് കാർലോ. പക്ഷേ അതിനൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു തെളിമയുള്ള
ഒരു മാനവും അർത്ഥവും അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് കാർലോയുടെ ജീവിതത്തെ കുറച്ചുകൂടെ മനോഹരമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിക്കാൻ സമയമായി. തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഇവിടെ നമ്മൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കളെ സ്വാധീനിക്കുന്ന കാർലോയെയാണ് നമ്മൾ കണ്ടത് വിശ്വാസ ജീവിതത്തിൽ. നമ്മൾ കണ്ടത് സ്വന്തം ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തിയ കാർലോ മറ്റുള്ളവരുമായി ബന്ധങ്ങളിൽ വിഷമിക്കുന്ന ഒരാളിൽ അയാളിൽ ഈശോയെ കാണാൻ കാർലോയ്ക്ക് സാധിച്ചിരുന്നു. അതുപോലെ യേശുവിനെ പരിചയമില്ലാത്തവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തൻ്റെ നോട്ടക്കാരനായിട്ട് ബേബി സിറ്ററായിട്ട് തൻ്റെ കൂടെ വന്നിരുന്ന ആ ഒരു സഹോദരനിലെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കാർലോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒടുവിൽ നമ്മൾ ഈ പ്രകൃതി സ്നേഹത്തിൻ്റെ കഥയും വെച്ച് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ബന്ധങ്ങളിൽ യേശുവിനെ കാണുകയും ബന്ധങ്ങളിൽ യേശുവിനെ പങ്കുവെക്കുകയും ചെയ്തിരുന്ന കാർലോ നമുക്കെല്ലാവർക്കും മാതൃകയാവട്ടെ. ഞാനിത് കേൾക്കുമ്പോൾ ഞാനും എത്രമാത്രം അത്തരത്തിൽ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ഇനിയും മാറേണ്ടിയിരിക്കുന്നുവെന്ന് എനിക്ക് പോലും തോന്നിപ്പോകുന്നൊരു സമയമാണിത്. ഏവർക്കും ഇത്തരത്തിൽ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക നമ്മുടെ കടമയാണ്. ബ്രദർ എഫ്രൈം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ബ്രദർ ജോൺ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും കാർലോ അക്വിറ്റസിൻ്റെ ജീവിതം ഇനിയും ഏറെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ നമുക്ക് കേൾക്കാം. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ അതെങ്ങനെ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് ഉള്ള പങ്കുവെക്കലുകൾ ചിലത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജിബിന ജെയിംസ്. ഞാൻ തൊടുപുഴ സ്വദേശിയാണ്. ഞാനിപ്പോൾ MSc മാത്തമാറ്റിക്സ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയാസും നവമാധ്യമങ്ങളും എല്ലാം എത്ര നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലും നമ്മുടെ ജീവിത വിശുദ്ധി നമുക്ക് ഒട്ടും കളയാതെ തന്നെ കാതു സംരക്ഷിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യം കാർലോയുടെ ജീവിതത്തിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. എല്ലാവരും അവരവരുടെ തനിമയെ ജനിക്കുന്നു, എന്നാൽ പലരും മറ്റുള്ളവരുടെ പകർപ്പായി ജീവിക്കുന്നു എന്ന കാർലോയുടെ വാക്കുകൾ യുവസമൂഹത്തിന് ഒരു പ്രചോദനമാണ്. ജീവിതത്തിൽ എത്ര സഹനങ്ങളുണ്ടായാലും അതെല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുവാൻ തയ്യാറായ കാർലോയുടെ ജീവിതം, ഒരു നൂറ്റാണ്ട് മുമ്പ് സ്വന്തം മകൻ മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചു ഉപദേശി കയ്യിലെടുത്ത് പാടിയതുപോലെ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതോ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ചുരുങ്ങിയ കാലഘട്ടം മാത്രം ഈ ലോകത്ത് ജീവിച്ച് ദേവാലയത്തിൽ വണക്കപ്പെടാൻ എടുക്കുന്ന കാർലോ അക്വിറ്റസിൻ്റെ ജീവിതം നമുക്ക് വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്കും ജീവിക്കാൻ ശ്രമിക്കാം. ഈ അടുത്ത നാളിലാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാർലോയെക്കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികമായി എന്നെ സ്വാധീനിച്ചത് കാർലോയ്ക്ക് ചെറുപ്പം മുതലേ തൻ്റെ കാവൽ മാലാഖയുമായി ഒരു അസാധാരണമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് 2 വിശുദ്ധരെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്ന് വിശുദ്ധ ജമ്മ ഗൽഗാനി. വിശുദ്ധ ജമ്മയുടെ ജീവിതത്തിൽ കാവൽ മാലാഖ കൂദാശയോട് ഏറ്റവും കൂടുതലായി അടുത്ത് നിൽക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നുവെന്ന് നാം കാണുന്നുണ്ട്. വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ശുശ്രൂഷയിൽ പിശാചുമാതിരെ സഹായിക്കുവാൻ മിഖാൽ മാലാഖയുടെ വലിയ സ്വാധീനം ഉണ്ടായതായിട്ടും കാണുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ കാർലോ തൻ്റെ ജീവിതത്തിൽ കാവൽ മാലാഖയുമായി ഒരു വലിയ ബന്ധം സ്ഥാപിച്ചു. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിട്ടുനിൽക്കുവാനും ശുദ്ധത കാത്തു സൂക്ഷിക്കുവാനും കാർലോയെ സഹായിച്ചത് തൻ്റെ കാവൽ മാലാഖയോടുള്ള ഈ ബന്ധം തന്നെയാണ്. തൻ്റെ കൂട്ടുകാർ അശുദ്ധിയിലേക്ക് വീണുപോയപ്പോഴും അശ്ലീല മാധ്യമങ്ങളിലേക്ക് അടിമപ്പെട്ടപ്പോഴും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഈ അശുദ്ധിയിൽ നിന്ന് തൻ്റെ കൂട്ടുകാരെ സഹായിക്കുവാൻ വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചതും തൻ്റെ കാവൽ മാലാഖ തന്നെയാണെന്ന് കാർലോ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കാവൽ മാലാഖമാരെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴും വിശുദ്ധ ജമ്മയുടെയും പാദ്രി പിയോയുടെയും ഈ സാക്ഷ്യങ്ങൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാർലോയെക്കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാവൽ മാലാഖ ഇത്രയേറെ സഹായിച്ചുവെന്നും ശുദ്ധത കാത്തു പരിപാലിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെന്നും കൂടെയായിരുന്നുവെന്നും മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ആ വിശ്വാസവും കാവൽ മാലാഖമാരുള്ള ഭക്തിയും വണക്കവും കൂടുതലായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ ആധുനിക യുഗത്തിൽ യുവജനങ്ങളായ നമ്മെ സാത്താൻ സമൂഹ മാധ്യമങ്ങളിലേക്കും ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗത്തിലേക്കും വീഴ്ത്തുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ അശ്ലീലതയിലേക്കും അശുദ്ധിയിലേക്കും വീഴ്ത്തുമ്പോൾ അതിൽ നിന്നുള്ള മോചനത്തിനും മാനസാന്തരത്തിനും വേണ്ടി നമ്മുടെ കാവൽ മാലാഖ കാർലോയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർലോ പുണ്യവാൻ്റെ മാധ്യസ്ഥവും കാർലോ പുണ്യവാനെ വിശുദ്ധിയിലേക്ക് നയിച്ച കാവൽ മാലാഖയും ചിറക് വിരിച്ച് നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ കാവൽ മാലാഖയും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. കാർലോ അക്വിറ്റസിൻ്റെ ജീവിതം
സാധാരണ ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിശ്വാസത്തിൻ്റെ വഴിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ ധരിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാർലോ അക്വിറ്റസിനെ കുറിച്ചാണ് നമ്മൾ ഈ പങ്കുവെക്കലുകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും കാർലോ അക്വിറ്റസ് നമുക്ക് ഇനിയും പ്രചോദനമാകട്ടെ. നമുക്കും ക്രിസ്തുവിനെ പങ്കുവെക്കുന്നതിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഈ എപ്പിസോഡിൽ നമ്മളുടെ എല്ലാ പങ്കുവെക്കലുകൾക്കും 2 ബ്രദേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി.